ദമാമില്. ഞാൻ ഏതോ ഒരു ഗുദാമില് കാണാൻ. ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയപ്പോ എന്റെ അച്ഛമ്മ എന്റെ അച്ഛമ്മക്ക് എന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ പോണ സമയത്ത് അച്ഛമ്മ കുറച്ച് അരിയും പൂവൊക്കെ ആയിട്ട് വന്നിട്ട് 5-6 വട്ടം കണ്ട് ഒഴിഞ്ഞിട്ട് പറഞ്ഞു എന്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ല, എന്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ല. തള്ള പറഞ്ഞ മാതിരി തന്നെ 1.5 കൊല്ലം ഒന്നുമില്ലാതെ വന്ന് അതിന്റെ ശേഷം പിന്നെ ഇപ്പൊ വാർപ്പിന്റെ പണിക്ക് സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങിയതാ. അപ്പൊ ചെറിയ 2-3 മിമിക്രി ഐറ്റംസ് ഉള്ള വേഗം കഴിയും. 2-3 ഐറ്റംസ് ഉള്ള നമ്മള് ശിങ്കാരിമേള തമ്പോലൊക്കെ അല്ലേ അടിക്കണേ, അതിന്റെ മ്യൂസിക് എടുത്തിട്ട് എനിക്ക് സെക്കൻഡ് കിട്ടിയത്. ആ ഐറ്റംസ് എടുക്കാൻ പോണത് ഈ പെട്ടിയിൽ ഒച്ചൊക്കെ ഒന്ന് ലേസം ഒന്ന് കൂട്ടിക്കോളി, പുറത്തേക്കുള്ള ഒക്കെ കൂട്ടിക്കോളി. അയിപ്പോ ചവിട്ടണ്ട ആണി ഇട്ടത് നാളെ കഴിഞ്ഞ അതാ. അപ്പൊ ആ വലിയ ചെണ്ടന്റെ ഇട്ടാ അല്ല ഒച്ച കൂട്ടിക്കോളി, ഒച്ച കൂടെ വെച്ചാ ഗ്ലാസ് കൂട്ടിക്കോളി. ഒന്ന് കൈയടിച്ചോളി എല്ലാവരും. കയറി എന്തപ്പോഴുള്ള മാരല്ല ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ കയ്യും കാലും പറക്കണ്ടാ പറ്റാ വലിയ ചെണ്ടന്റെ ഇട്ടാ. ഈ ഐറ്റംസ് എടുത്താൽ കൈമലൊക്കെ തുപ്പലാവാതാ. കൈമല് മാത്രല്ല മൈക്കിലൊക്കെ ആയിട്ട് ഒന്നായിട്ട് പൊടിയാ എന്നാലും വേണ്ടില്ല. ഇനി ഇങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യമുള്ള ജനറേറ്റർ നമ്മള് കറണ്ട് പോയി കഴിഞ്ഞാൽ ആകെ സ്വൈപ്പായി പോവും. ഞാനാണ് 3 മണിക്ക് മറ്റേ ജനറേറ്റർ അവിടെ കൊണ്ട് ഇറക്കിയത്. അപ്പൊ ഓലിങ്ങനെ കയറുകൊണ്ട് പിടിച്ചുകാണ്ട് വലിച്ച് സ്റ്റാർട്ടാക്കൂലേ. അപ്പൊ സ്റ്റാർട്ടാക്കുമ്പോഴുള്ള ഒച്ച എടുക്കാൻ പോണേ. സ്റ്റാർട്ടാക്കുമ്പോഴുള്ള ഒച്ചൊന്നും പറയരുത്, ശബ്ദം അങ്ങനൊക്കെ പറയണം. ഇവിടുന്ന് കൊച്ചാന്ന് പറഞ്ഞ മോശമാണ്. ഞങ്ങള് മലപ്പുറത്ത് കൂറ്റുന്നോ പറയാ. കാണുമ്പോ തുറക്കും മമ്മൂട്ടിന്റെ കൂറ്റെടുക്ക്, മോഹൻലാലിന്റെ കൂറ്റെടുക്കാറുണ്ട്. അപ്പൊ ജനറേറ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ ഒച്ചത് എങ്ങനെ അറിയാം? ചാട്ടായിട്ടില്ലേ? ചാട്ടായില് കൈയടിച്ചോളിട്ട് കൊല്ലില് വെള്ളം നല്ലൊരു കൈയ്യടി കൊടുത്തേക്ക്. ചാട്ട എങ്ങനെ അറിയാം? ഇതിങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുമ്പോ എയർ കുടിക്കിട്ട് ഓഫ് ആകുമ്പോ ഒച്ച മാറും. അതെങ്ങനെ അറിയാം? ഇങ്ങനെ ഒറ്റ മിനിറ്റ് കൈയടിച്ചോളി, എല്ലാരും അടിച്ചോളി. എപ്പോഴാ ഡ്രസ് ഇട്ട ചിരിക്കലി കയ്യടി ഒടിക്കും. അല്ലല്ല കിട്ടൂലെന്നാ പറയുന്നത്. ലേഡീസിനുള്ള ഐറ്റംസ് എടുക്കാൻ മാലയും കമ്മലും ഒക്കെ ആയിരിക്കും. അതൊന്നല്ല, ഈ തേങ്ങ ചിരവുമ്പോൾ നാളികേരം ചിരവുമ്പോൾ അതെങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടായ ഇത് ചിരവി ചിരട്ടിനെടുത്തുമ്പോ ഒച്ച മാറും. ആ നേരത്തെ എന്റെ കണ്ടു കഴിഞ്ഞാൽ എന്റെ പെണ്ണുങ്ങൾക്ക് ഒരു ചിരവില്ല. അതെങ്ങനെ അറിയാം? എപ്പോഴെങ്കിലൊക്കെ പോണതോ പോരല്ലേ. ഇനി പണ്ടൊക്കെ ഈ മരത്തിന്റെ കപ്പിലല്ലേ വെള്ളം മുക്കുന്നത്. മരത്തിന്റെ കപ്പിൽ വെള്ളം മുക്കുമ്പോൾ എങ്ങനെയായാലും വെള്ളം കിട്ടിയാ പോരെ. അപ്പൊ ഈ മരത്തിന്റെ കപ്പിൽ വെള്ളം മുക്കുമ്പോൾ ചെറിയ ഒച്ചേട്ടോ അതെങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടായ പക്ഷെ ഇത് തുരുമ്പ് പിടിച്ച ഇരുമ്പ് കപ്പിയാണെങ്കിൽ ഒച്ച മാറും. അതെങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടായ ഒറ്റ മിനിറ്റ് കൈയടിച്ചോളി, എല്ലാരും അടിച്ചോളി. അപ്പഴാ ഡ്രസ് ഇട്ട നമ്മളെ സർക്കസിന് പോയി കഴിഞ്ഞല്ലേ ഇപ്പൊ തിരിഞ്ഞൊക്കെ ഉണ്ടായാലേ അവിടെ ഈ മരണക്കിണറില് ബൈക്ക് ഇങ്ങനെ പോലെ പോലെ. അപ്പൊ ഈ മരണക്കിണറില് ബൈക്ക് പോകുമ്പോൾ ഒച്ച എടുക്കാൻ പോണേ പെട്ടിയിൽ ഒച്ച അതും കൂടി കൂട്ടിക്കൊള്ളിട്ട് ഒച്ച പോകാതാ. മറ്റേ വണ്ടി ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ എടുക്കാ പാറിക്കോട്ടെ. അല്ല ഒരു മിനിറ്റ്, ഞാൻ അതിന്റെ ഇടയ്ക്ക് ചോദിക്കട്ടെ. ഒച്ച കുറെ ആയി പറയുന്നത്. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ B.Ed കഴിഞ്ഞതാ. B.Ed കഴിഞ്ഞിട്ടാണെങ്കിലും പറഞ്ഞത് തിരിഞ്ഞു പോയത് 8 B മാറിപ്പോയതാ. അപ്പൊ ഈ മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോള്ള സൈഡിലോട്ട് ഓടിയിട്ടാ.
എനിക്കിങ്ങനെ കൈയുടെ കിട്ടില്ല, കിട്ടിപ്പോ ഒരു സന്തോഷം ഉറക്കടിച്ചോളി. എടുക്കാൻ പോണേ ഇത്. ഈ തൊപ്പിട്ടിട്ട് ആകെ ഒരു അടങ്ങിയത് അതാ നോക്കണേ. അല്ല നിങ്ങളെത്തിരി ചൂടത്ത് തൊപ്പിയൊക്കെ ഇട്ട് നടക്കുന്നത് ഹിന്ദിക്കാര് മുടിയിട്ട് കൊളാക്കിയതാണ്. ഇപ്പൊ എല്ലാ ബാർബർ ഷാപ്പിലും ബംഗാളികളാണല്ലോ. ഞാൻ മലയാളത്തിൽ അങ്ങോട്ടും പറഞ്ഞു, ഓല് ഹിന്ദിയിൽ ഇങ്ങോട്ട് ചോദിച്ചു, രണ്ടുകൂട്ടർക്ക് മനസ്സിലായില്ല, പൊട്ടടിച്ചാല്. ഈ മുടിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ബാർബർ ഷോപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ മുടി വെട്ടുന്നതിന്റെ ഒരു ശബ്ദം അതൊന്ന് എടുത്തരാം. അതൊന്ന് ഉറച്ചിക്ക്. കഴിഞ്ഞില്ല, ഒറിജിനലായിട്ട് വെട്ടിയാ ഇങ്ങനെയുണ്ടായി. അപ്പൊ മുടി വെട്ടല് കുറവാ, മെഷീൻ വെക്കല ട്രിമ്മർ. അതെങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാവുക. ഒറ്റ മിനിറ്റ് കൈയടിച്ചോളി. കഴിഞ്ഞ ലാസ്റ്റ് ഐറ്റംസ് എടുക്കാൻ പോണത് എടുക്കാൻ പോണില്ല. നമ്മള് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോ നമ്മള് വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചു കൊടുക്കൂലേ? വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കുമ്പോ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോണ്ടാകുന്ന ചെറിയ ഒച്ചയാണ്. അതെങ്ങനെ അറിയാം? ഒറ്റ മിനിറ്റ് അടിച്ചോളി. എടുക്കാൻ പോണില്ല. ഈ കിളികളൊക്കെ ഇന്ത്യയുടെ ആഫ്രിക്കൻ നത്തുണ്ട്, മൈനുണ്ട്, മറ്റേ ആഫ്രിക്കൻ പോയി പല സ്ഥലങ്ങളുണ്ട്. ഞാനില്ലേ നമ്മള് നേരം വെളുക്കാൻ നേരത്ത് കേൾക്കൂലേ കുയിലിന്റെ ഒച്ചല്ലേ? കുയിലിന്റെ ഒച്ച എങ്ങനെ അറിയാം? ഇതേപോലെ താറാവ് ഇരണ്ടാവുക. ഇതേപോലെ തന്നെ ഇല്ലേ, ഇന്ന് രാവിലെ പല്ല് വെച്ചോണ്ടിരിക്കുമ്പോ ഓർമ്മയില്ലാതെ പാട്ടാടി പോയി. അപ്പൊ മനസ്സിലായി ഈ ജാസി ഗിഫ്റ്റ് പറഞ്ഞ പാട്ടുകാരില്ലേ, മൂപ്പര് കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ. അതെങ്ങനെ വെച്ചാല് നമ്മള് പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോ തൊള്ളയിൽ വരലിട്ട് വലിച്ചു പിടിച്ചാൽ മതി. അപ്പൊ ജാസി ഗിഫ്റ്റ് ആവും. എങ്ങനെന്നുള്ളത് കാണിച്ചുതരാം. അന്നക്കിളി നീ എന്നിൽ വർണ്ണക്കന വേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശിരുന്നു. എടുക്കാൻ പോണില്ല. അതെന്താ നോക്കണെന്ന് അറിയാം. ആ മോരുമുളം കുടിക്കാൻ പോയി അവിടെ നേരത്തെ. അവിടുന്ന് ഒരു മുളക് കിട്ടി. ആ മുളക് കടിച്ചിട്ട് എന്തോ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനത്തെ ഒരൊറ്റ മുളക് ഉണ്ടായാൽ മതി. നാളെ മുതല് ബി.പി. അങ്ങാടിയില്ല, നിങ്ങളെല്ലാവരും മുഴുവൻ ആൾക്കാരും നാളെ മുതൽ മിമിക്രിക്കാരാ. അതായത് മുളക് കടിച്ചിട്ട് എരി വരുമ്പോൾ നമ്മളോട് പറഞ്ഞാൽ മതി. ഒരുപാട് നന്മകൾ ചെയ്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഉമ്മൻചാണ്ടി സാർ സൗണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. എങ്ങനെ അറിയാം? പരാ പോയി ചെയ്തൊക്കെ കാണിച്ചു തരാം. മുളകിന്റെ ചുവപ്പ് കണ്ടപ്പോഴേ ഉറപ്പ് ഇത് എല്ലാം ശരിയാക്കുമെന്ന് ഇപ്പൊ മൊത്തത്തിൽ ശരിയായിരിക്കുകയാണ്. പക്ഷെ പാർട്ടി തിരിച്ചു വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൈയടിച്ചോളി. ഇങ്ങനെ മുളക് അടിച്ചിട്ട് നമ്മളെ തൊണ്ടയിൽ കൂടി കഴിഞ്ഞാൽ ആകെ കരകരപ്പുണ്ടാവൂലേ? ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശ സാർ ഒട്ടും കാണിച്ചുതരാം. മുളക് കഴിച്ചതിന് ശേഷം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണല്ലോ. അതിൽ ഏത് ജാതി മുളകായതെന്ന് ഒരു പിടിയില്ല. ഇനി നമ്മൾ മുളക് അടിച്ചിട്ട് നമ്മളെ വയറിനുള്ളിൽ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓടിപ്പോകുന്നു. പോകേണ്ട സ്ഥലത്തേക്ക് ഞാൻ നേരത്തെ അവിടെ അങ്ങോട്ട് പാഞ്ഞു പോയി. അപ്പോൾ നേരത്തെ പാഞ്ഞു പോയ പോലെ തന്നെ നമ്മൾ അങ്ങനെ തോന്നിപ്പോവും. അതായത് മുളക് അടിച്ചിട്ട് എരി വരുമ്പോൾ നമ്മളോട് പറഞ്ഞാൽ മതി, വേറൊരു നേതാവിനെ കിട്ടും. അയ്യോ, മുളകിന്റെ ചുവപ്പ് കണ്ട് കഴിച്ചപ്പോൾ അണ്ടകടാഹം വരെ കാളിപ്പോയി അടിച്ചോളി. ഇങ്ങനെയായിരിക്കും ഇനി വേദിയിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ സാർ നമ്മുടെ വേദിയിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക അഭ്യർത്ഥന ഉണ്ട്. ഇത് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. പാർട്ടി ആയിട്ടൊന്നും അത് കൂട്ടിക്കരുത്. അപ്പോൾ നമുക്ക് VS അച്യുതാനന്ദൻ സാറ് പാട്ടിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.
BP അങ്ങാടിയിൽ കോൺക്രീറ്റിന്റെ പണിക്ക് വന്ന ബാബുവല്ല, ഇത് ബിജേഷ് ചേളാരിയാണ്, കഴിവുറ്റ കലാകാരനാണ്. നമ്മുടെ അമൃത TV-യിൽ സൂപ്പർ ഡ്യൂപ്പ് പ്രോഗ്രാം വിന്നറാണ്. അതുകൂടാതെ മഴവിൽ മനോരമയിൽ മിമിക്രി മഹാമേള വിന്നറാണ്. അതുകൂടാതെ ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയ കപ്പേള എന്ന സിനിമയിൽ സുപ്രധാനമായിട്ടുള്ള ഒരു റോളിൽ ബിജേഷ് ചേളാരി അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്ത കലാകാരനാണ്. ഇനിയിപ്പം ഏതെങ്കിലും ഒരു രാജ്യം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ബിജേഷിന് പ്രോഗ്രാം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞാൽ അത് ഏതായാലും ഒരുപാട് സന്തോഷം. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചാൽ വരാൻ പറ്റിയവർക്ക് ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് നിർമ്മലേട്ടൻ്റെ കൂടെ ഞാനൊക്കെ ചെറുപ്പം മുതൽ മിമിക്രി കാണുന്ന സമയം മുതലേ എന്താ പറയുക അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് നിർമ്മലേട്ടൻ. അദ്ദേഹത്തിൻ്റെ കൂടെ എന്താ പറയുക ഈ ഇടക്കാലമായിട്ട് സകല മിക്ക പരിപാടികളിലും ഞങ്ങൾ ഒരേ പ്രായമാണ്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇനി മറ്റൊരു ചെറിയ ഈ മിമിക്രി ഇപ്പം കാണിച്ച മിമിക്രി ഞാൻ ഒരു 2000-ഓളം വേദികളിൽ അവതരിപ്പിച്ച മിമിക്രിയാണ്. സമയമുണ്ടെങ്കിൽ ഞാൻ പുതിയൊരു മിമിക്രി ആയിട്ട് ഫുള്ള് കാര്യങ്ങളൊക്കെ സെറ്റാണ്. സമയമുണ്ടെങ്കിൽ വീണ്ടും വരും. അപ്പോൾ തൽക്കാലം പോണതിൻ്റെ മുന്നേ നിർമ്മലേട്ടാ ഒറ്റ മിനിറ്റ്. താങ്ക് യു.